അതേസമയം മാണി സി കാപ്പൻ എന്താ ഞാൻ ടീം UDFന്റെ ഭാഗമല്ലേ എന്ന് തുറന്നു ചോദിക്കുന്ന സാഹചര്യം വരെ എത്തിയിരിക്കുന്നു. ടീം വ്യവസ്ഥ യാതൊരു വിധത്തിലും അംഗീകരിക്കില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. പല വിധത്തിലുള്ള സമ്മർദ്ദം മാണി സി കാപ്പൻ ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം 5 വർഷവും മന്ത്രിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് തന്റെ അവകാശമാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. ആ സമ്മർദ്ദം മാണി സി കാപ്പൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഏറ്റവും ആദ്യം ഘടകകക്ഷികളുമായുള്ള സീറ്റ് സംബന്ധിച്ചുള്ള തീരുമാനമായെങ്കിൽ മാത്രമേ കോൺഗ്രസിന് സ്വതന്ത്രമായി അവരുടെ മന്ത്രിസ്ഥാനങ്ങളിൽ കൃത്യമായ തീരുമാനമെടുത്ത് പോകാൻ കഴിയൂ. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി 4 മണിയോട് കൂടിയെങ്കിലും ഈ ലിസ്റ്റ് കൈമാറണമെങ്കിൽ അത് ഘടകകക്ഷികളുമായ ഒരു തീരുമാനത്തിൽ എത്തണം എന്നിരിക്കെ അത് തീരുമാനമായിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നുണ്ടോ? PJ ജോസഫ് വളരെ അതൃപ്തനായിട്ടാണ് അദ്ദേഹം ഇന്ദിരാഭവനിൽ നിന്ന് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. ചർച്ചകൾ തുടരുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് വൈകാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? രേണുകതിനെ 2 തരത്തിൽ കാണാം. ഒന്ന്, മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായാൽ, എണ്ണത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ അത് ആര് എന്നത് PJ ജോസഫിന്റെ കാര്യത്തിൽ വ്യക്തമാണ്. അത് മോൻസ് ജോസഫാണ്. രണ്ടാമത് ഒരു മന്ത്രിസ്ഥാനം കൂടി വേണം എന്നുള്ളതാണ് PJ ജോസഫിന്റെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കില്ല എന്നത് കോൺഗ്രസ് അസന്ധിഗ്ധമായി തന്നെ ഇവരോട് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ 2 മന്ത്രിമാർ എന്താ സാധ്യമാണെന്ന് അവർക്ക് കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം. പകരം എന്ത് എന്നുള്ളതാണ്. അത് ചീഫ് വിപ്പ് സ്ഥാനം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പരിഗണന കൂടി നേരത്തെ കോൺഗ്രസ് നൽകിയിരുന്നു. ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്നുള്ള ക്യാബിനറ്റ് പദവി, അത് അങ്ങനെ ഒരു ക്യാബിനറ്റ് പദവിയിൽ PJ ജോസഫിനെ നൽകാമെന്നുള്ളത്. പക്ഷേ VD സതീശൻ ആ നിർദ്ദേശത്തോട് യോജിക്കുന്നില്ല. കാരണം VD സതീശൻ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി VM സുധീരനെ കൊണ്ടുവരണമെന്നും VM സുധീരന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്ന് ഭരണത്തിൽ ചില മാറ്റം ഒക്കെ വരുത്തണമെന്നും VD സതീശൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത്തരമൊരു നിർദ്ദേശത്തോട് അദ്ദേഹം യോജിക്കുന്നില്ല. പക്ഷേ മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആവാം എന്നുള്ള ഒരു നിർദ്ദേശത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇതെല്ലാം ഇപ്പോൾ PJ ജോസഫിന്റെ പരിഗണനയിലുണ്ട്. PJ ജോസഫിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ടാമത് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ മാത്രമേ അബു ജോൺ ജോസഫിനെ ആ രണ്ടാമത്തെ മന്ത്രിയാക്കാൻ കഴിയൂ. പാർട്ടിയിൽ മറ്റ് സീനിയറായുള്ള തോമസ് ഉണ്ണിയാടനാണ്. ചീഫ് വിപ്പ് സ്ഥാനമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ കിട്ടിക്കഴിഞ്ഞാൽ സഭയിൽ ആദ്യമായി എത്തുന്ന ഒരാളിന് ചീഫ് വിപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുക ഒരു പതിവില്ല. അതുകൊണ്ട് അത് എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ. അത് തോമസ് ഉണ്ണിയാടന് നൽകേണ്ടി വരും. അങ്ങനെ തോമസ് ഉണ്ണിയാടന് അങ്ങനെ ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ടോ? തോമസ് ഉണ്ണിയാടന് സീറ്റ് കൊടുത്ത് പരിഹരിക്കണോ? അതോ അബു ജോൺ ജോസഫിന് മറ്റേതെങ്കിലും സ്ഥാനം നൽകി പരിഹരിക്കണോ? അത്തരം വിഷയങ്ങൾ കൂടി അത് PJ ജോസഫിൻ്റെയും മോൻസിൻ്റെയും അവർ രണ്ടുപേരും കൂടി പാർട്ടിക്ക് അപ്പുറത്തേക്ക് അവർ വ്യക്തിപരമായി കൂടി തീരുമാനിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. അതുകൊണ്ട് അത്തരമൊരു തീരുമാനം ഇനി അത് ആലോചിച്ചിട്ട് അവർ പറയും എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും അതൃപ്തിയുണ്ട്. അതൃപ്തി മാധ്യമങ്ങളിലൂടെ തിരിച്ചറിയണമെന്ന് കണ്ട് തന്നെയാവും PJ ജോസഫ് ആ തരത്തിലേക്ക് ഒരു സമീപനം, അദ്ദേഹത്തിൻ്റെ മുഖഭാവം കൊണ്ടുമെല്ലാം ആ സമീപനം സ്വീകരിച്ചത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഒരു തർക്കത്തിലേക്ക് പോയോ അല്ലെങ്കിൽ അത് മുന്നണിക്ക് വിടുകയോ അങ്ങനത്തെ ഒരു ഭീഷണിയിലേക്കൊന്നും പോകാനുള്ള സാധ്യത നിലവിൽ എന്തായാലും ഇല്ല. ഇവർക്ക് ഒരു ക്യാബിനറ്റ് പദവി കൂടി നൽകും. അത് ഏതെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇനി തീരുമാനം ഉണ്ടാവാനുള്ളത്. അതുകൊണ്ട് ഈ PJ ജോസഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇത് വൈകാൻ കാരണമാകുന്നില്ല. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട തർക്കമായി നിൽക്കുന്നത് കോൺഗ്രസിനുള്ളിലെ വിഷയമാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് അന്തിമ പട്ടിക ഇപ്പോഴും ആക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ശരിയായെങ്കിൽ മാത്രമേ ഈ പട്ടിക ഇനി ഹൈക്കമാൻഡിന് അയക്കണം. ഹൈക്കമാൻഡ് അംഗീകരിച്ച് മടങ്ങി വരണം. അതിനുശേഷമേ അത് ഗവർണറെ കാണാൻ കഴിയൂ. ഗവർണറോട് സമയമൊക്കെ 5:30 ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും 5:30-ക്കുള്ളിൽ അത് മടങ്ങിയെത്തി പൂർണ്ണമായ ലിസ്റ്റ് പോകുമ്പോൾ തന്നെ ഗവർണർക്ക് നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയൊന്നും കോൺഗ്രസ് നേതാക്കൾക്കില്ല. ചിലപ്പോൾ പ്രാഥമിക ലിസ്റ്റ് നൽകിയിട്ട് ബാക്കി അടുത്ത ദിവസം ചർച്ചകൾ ആ രീതിയിൽ ബുദ്ധിമുട്ടേറുന്നുണ്ട്. കോൺഗ്രസിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കിരൺ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കണം. എന്തായാലും ഘടകകക്ഷികളുമായുള്ള ചർച്ചയിൽ ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചന കിരൺ നൽകുന്നുണ്ട്. PJ ജോസഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 2 മന്ത്രിസ്ഥാനം എന്ന അവകാശവാദം അത് ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള പദവി കൂടി നൽകി പരിഹരിക്കപ്പെടും. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം അതൃപ്തി പരസ്യമാക്കുന്നുണ്ട് PJ ജോസഫ് എന്ന സാഹചര്യമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ കണ്ടത്. കോൺഗ്രസ് മന്ത്രിസഭാ പട്ടിക വൈകാനുള്ള സാഹചര്യങ്ങളാണ് തന്നെയാണുള്ളത്. തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കാമെന്ന നിർദ്ദേശം അദ്ദേഹം തന്നെ തള്ളിയിരിക്കുന്നു. മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ളത്. ആരോഗ്യം ഏറ്റെടുക്കാൻ വിമുഖതയുണ്ട് എന്ന കാര്യം K മുരളീധരനും അറിയിച്ചു എന്ന് വരുന്നു. റവന്യൂ വകുപ്പിന് വേണ്ടി അവകാശവാദവുമായി സണ്ണി ജോസഫ് രംഗത്തെത്തി. അതേസമയം സണ്ണിയെ ആരോഗ്യമന്ത്രിയാക്കണമെന്നാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകിയേക്കില്ല എന്നറിയുന്നു. പട്ടിക ഇന്ന് വൈകിട്ട് ഗവർണർക്ക് കൈമാറാനാകും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അപ്പോൾ KC വേണുഗോപാലിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. UDFന്റെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ടീമായിരിക്കും മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു നല്ല ടീമിനെ ആയിരിക്കും അണിനിരത്തുന്നുള്ള സംശയമാണ്. UDFന്റെ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഏതെങ്കിലും മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കക്ഷികളല്ല. എല്ലാവരും പരസ്പരം ബഹുമാനിച്ച് നടപ്പിലാക്കും. അതേ നടക്കുകയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെതായ രീതികളുണ്ട്, ആശയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, ലീഗിൻ്റെതായിട്ടുണ്ടാവും. പക്ഷേ ഇത് UDF സംവിധാനമാകുമ്പോൾ
പരസ്പരം അംഗീകരിച്ച് എല്ലാവർക്കും യോജിക്കാവുന്ന നടപടികളുമായിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇങ്ങനെ വേറെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് നല്ല സുഗമമായ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർക്കുന്നതായിട്ട് ജനം മനസ്സിലാക്കും. ഇപ്പോൾ എല്ലാം സുഗമമായി നടക്കും എന്ന ഒരു പ്രതീക്ഷയാണ് KC വേണുഗോപാൽ പങ്കുവച്ചത്. മന്ത്രിസ്ഥാനത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്പീക്കർ പദവി എങ്ങനെയാണ് ചെറുതായി പോകുന്നതെന്നും ചോദിച്ചു. പാർട്ടി തീരുമാനം അറിയിക്കുന്നത് വരെ അതിൽ അഭിപ്രായം പറയുന്നില്ല എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനം 100% സന്തോഷത്തോടു കൂടി അംഗീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളത്. സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഒന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ നിയമസഭയിലും ഓരോ സ്പീക്കേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെറുതായി പോകുന്നത്? അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് പോലെയാണ്. ഒരെണ്ണം ചെറുതാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് സ്ഥാപിക്കുകയാണ്. അതല്ല, ഞാനതുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുകയല്ല. ഞാൻ പറയുന്നത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അധികാരങ്ങളുമാണ്. ഞാനതിനെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം പാർട്ടി തീരുമാനം എന്നെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. സ്പീക്കർ സ്ഥാനം ചെറുതല്ല എന്ന് അദ്ദേഹം പുറമേക്ക് പറയുന്നുണ്ട്. പാർട്ടി തീരുമാനം അറിയട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇപ്പോഴും മന്ത്രിസ്ഥാനത്തിനായുള്ള സമ്മർദ്ദം അദ്ദേഹം തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് പ്രതികരിക്കാതെ PC വിഷ്ണുനാഥ് എല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുമെന്നായിരുന്നു PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. ഇന്ന് എല്ലാ മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷയെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. നമ്മളല്ല അതിൻ്റെ ആൾക്കാർ, നേതാക്കന്മാർ കൃത്യമായ സമയത്ത് നിങ്ങളെ മുഖ്യമന്ത്രിയും നേതൃത്വവും അറിയിക്കും. നമുക്ക് അതിനപ്പുറം ഒന്നും പറയാൻ ഇപ്പോൾ ആവില്ല. ശരി. വിഷ്ണുനാഥ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വൈദ്യുതി വകുപ്പ് കിട്ടും എന്ന തരത്തിലൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.